പ്രിയമുള്ളവരെ, ഏവർക്കും സ്കൂളിംഗ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 3 വർഷ പോളിടെക്നിക് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. ഓരോ കോളേജുകളും എവിടെയെല്ലാമാണുള്ളത്, ഏതൊക്കെ കോഴ്സുകളാണ് അവിടെയുള്ളത്, ഓരോ കോഴ്സിലും എത്ര സീറ്റുകളുണ്ട്, അതുപോലെ തന്നെ കോളേജിൻ്റെ കോഡും കോഴ്സിൻ്റെ കോഡും എല്ലാം ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. കൂടാതെ ഓരോ കോളേജുമായി ബന്ധപ്പെടാനുള്ള കോൺടാക്റ്റ് നമ്പറും കാണാവുന്നതാണ്. കേരളത്തിലാകെ 30,000-ഓളം പോളിടെക്നിക് ഡിപ്ലോമ സീറ്റുകളുണ്ട്. 10th സ്റ്റാൻഡേർഡ് പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് 11/6/2024 ആപ്ലിക്കേഷൻ നൽകാനുള്ള കൃത്യമായിട്ടുള്ള വെബ്സൈറ്റ് ലിങ്ക് താഴെ നൽകിയിട്ടുണ്ട്. അതേസമയം നിങ്ങൾ +2-ൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവ പഠിച്ചവരാണ് എങ്കിൽ 2 വർഷം കൊണ്ട് പോളിടെക്നിക് ഡിപ്ലോമ പൂർത്തിയാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഇതുവഴിയല്ല, മറ്റൊരു ലിങ്ക് വഴിയാണ്. ആ ഒരു ലിങ്കും താഴെ നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട വീഡിയോയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. +2 കഴിഞ്ഞ് ലാറ്ററൽ എൻട്രി 2 വർഷ ഡിപ്ലോമ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് കേരളത്തിലാകെ 5000-ൽ താഴെ സീറ്റുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും അതിലേക്ക് അഡ്മിഷൻ ലഭിക്കുന്നതല്ല. അതുകൊണ്ട് അഡ്മിഷൻ ലഭിക്കണമെന്ന് നിർബന്ധമുള്ളവർ രണ്ടിലും ഇതിലേക്ക് കൂടി ആപ്ലിക്കേഷൻ നൽകുന്നതാണ് ഉചിതം. 2 വർഷ ഡിപ്ലോമ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 200 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 400 രൂപയുമാണ് വരുന്നത്. അതേസമയം 3 വർഷത്തെ കോഴ്സാണെങ്കിൽ SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് 100 രൂപയും ബാക്കിയുള്ള എല്ലാവർക്കും 200 രൂപയുമാണ് വരുന്നത്. 2 വർഷ ഡിപ്ലോമ കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്ന ലാസ്റ്റ് ഡേറ്റ് 31/5/2024 ഇനി 3 വർഷ ഡിപ്ലോമ കോഴ്സ് ആപ്ലിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കാം. അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് 11/6/2024 ആപ്ലിക്കേഷൻ നൽകുമ്പോൾ നിങ്ങൾ ആദ്യം പ്രാഥമിക രജിസ്ട്രേഷനാണ് നടത്തേണ്ടത്. അതിനുശേഷം 30ഓളം കോളേജുകൾ, മാക്സിമം 30 കോളേജുകളിലേക്ക് അഡ്മിഷനായിട്ട് നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാവുന്നതാണ്. ഗവൺമെൻറ് കോളേജുകളിലെ സീറ്റുകളിലേക്കും സെൽഫ് ഫിനാൻസ് കോളേജുകളിലെ സീറ്റുകളിലേക്കും നിങ്ങൾക്ക് ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ യോഗ്യതക്കനുസരിച്ച് സ്പോർട്സ് കോട്ട, NCC കോട്ട, അതുപോലെ തന്നെ എല്ലാവർക്കും മാനേജ്മെൻറ്റ് കോളേജുകളിലുള്ള മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്കും ഓപ്ഷൻ നൽകാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം 30 ഓപ്ഷൻ മാത്രമേ നൽകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇങ്ങനെ ആപ്ലിക്കേഷൻ നൽകി ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെ പരിഗണിച്ചുകൊണ്ട് ആദ്യം താൽക്കാലിക റാങ്ക് ലിസ്റ്റ് 19/6/2024 പ്രസിദ്ധീകരിക്കും. പിന്നീട് ഫൈനൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നതാണ്. താൽക്കാലിക റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള അഡ്മിഷൻ സാധ്യത ഏറെക്കുറെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. ആ ഒരു ഘട്ടങ്ങളിലെല്ലാം ഈ ഒരു ചാനലിൽ നിന്ന് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ലഭിക്കുന്ന വീഡിയോകൾ ലഭ്യമാകുന്നതായിരിക്കും. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത് 1/7/2024 തന്നെയാണ്. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെൻറ്റ് 10/7/2024 വരുന്നതായിരിക്കും. അപ്ലൈ ചെയ്യുവാനായി നിങ്ങളുടെ കൈവശം 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ്, അതിൻ്റെ കോപ്പി കൈവശം ഉണ്ടായിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഉപയോഗത്തിലുള്ള ഒരു മൊബൈൽ നമ്പർ നിർബന്ധമായിട്ടും വേണം. നിങ്ങളുടെ മൊബൈൽ ഉപയോഗപ്പെടുത്തി മാത്രമേ ആപ്ലിക്കേഷൻ നൽകാവൂ. ഡോക്യുമെൻസുകളൊന്നും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് നൽകേണ്ട ആവശ്യമില്ല. ഡോക്യുമെൻസുകളെല്ലാം നിങ്ങൾ അഡ്മിഷൻ സമയത്ത് കോളേജിൽ നൽകിയാൽ മതിയാകുന്നതാണ്. ഓരോരുത്തരും ഏതൊക്കെ റിസർവേഷൻ വിഭാഗത്തിലാണ് വരുന്നത് അതിനനുസരിച്ചുള്ള ഡോക്യുമെൻസുകൾ നിങ്ങൾ ഇപ്പോൾ തന്നെ തയ്യാറാക്കി വെക്കേണ്ടതാണ്. OBC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ, അതായത് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം OBC വിഭാഗത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ നിങ്ങൾ NCL സർട്ടിഫിക്കറ്റ്, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കേണ്ടത്. അക്ഷയ വഴി അപ്ലൈ ചെയ്താൽ നിങ്ങൾക്കത് ലഭിക്കുന്നതാണ്. ഇനി ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കാൻ വേണ്ടത് EWS സർട്ടിഫിക്കറ്റ് ആണ്. അക്ഷയ വഴി അപ്ലൈ ചെയ്താൽ EWS സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതല്ല. നിങ്ങൾ വില്ലേജ് ഓഫീസിലാണ് ആപ്ലിക്കേഷൻ നൽകേണ്ടത്. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ലഭിക്കാൻ കാസ്റ്റ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. OEC വിഭാഗം വിദ്യാർത്ഥികൾക്കും നേരത്തെ OBC വിദ്യാർത്ഥികൾക്ക് പറഞ്ഞ NCL സർട്ടിഫിക്കറ്റ് തന്നെയാണ് വേണ്ടത്. NCL സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ OEC വിദ്യാർത്ഥികളാണ് എങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് മതിയാകുന്നതാണ്. പിന്നെ എല്ലാവരുടെയും കൈവശം കേരളീയനാണ് എന്ന് തെളിയിക്കാൻ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വേണം. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കറ്റ് മതിയാകുന്നതാണ്. പിന്നെ എല്ലാവരും ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഫീസ് ഇളവ്, അഡ്മിഷൻ സമയത്ത് ഫീസ് ഇളവ് ലഭിക്കണമെങ്കിൽ നിങ്ങളുടെ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷത്തിൽ താഴെയാണ് എങ്കിൽ എല്ലാവർക്കും ഫീസ് ഇളവ് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി നിങ്ങളുടെ കൈവശം വരുമാന സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഗവൺമെൻറ് കോളേജിലും എയ്ഡഡ് കോളേജിലുമാണ് എല്ലാവർക്കും ഫീസ് ഇളവ് ലഭിക്കുക. സെൽഫ് ഫിനാൻസ് കോളേജുകളിൽ SC/ST, OEC അതുപോലെ ഹിന്ദു OBCയിൽ വരുന്ന 30ഓളം ജാതീയ വിഭാഗങ്ങൾക്ക് മാത്രമാണ് ഫീസ് ഇളവ് ലഭിക്കുന്നത്. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിവിധ അപ്ഡേഷൻസ് ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകരിക്കുന്നുണ്ട് എങ്കിലൊന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. ഇവർക്കും നന്ദി, നമസ്കാരം.